ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞങ്ങളൊരു സ്ഥലത്തേക്ക് പോകട്ടോ. ഈ ടോബിയുടെ നോക്കി എടാ ടോബി ടോബി മൈൻഡ് ചെയ്ത് കിടക്കാൻ നമുക്ക് മനസ്സിലായി തോന്നുന്നു. എങ്ങനെയും പോവുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഞങ്ങൾ എന്തിനാ വെച്ച് കഴിഞ്ഞാൽ പാലയൂർ പള്ളിയിലേക്ക് കേട്ടോ. പാലയൂർ സെൻറ്റ് തോമസ് ലീഹയുടെ പള്ളിയിലേക്ക്. സെൻറ്റ് തോമസ് ലീഹ ഫസ്റ്റ് വന്ന് പള്ളി സ്ഥാപിച്ച 7 പള്ളിയിലൊരു പള്ളിയാണ്. അപ്പോൾ അതിലേക്ക് പോവുകയാണേ. കൂടെ ഹസ്ബൻഡ് ഉണ്ട്. അമ്മ നമ്മൾ എവിടേക്കാന്ന് പോണേ? നമ്മൾ പാലൂര് തോമസ് ലീഹയുടെ പള്ളി. പാലൂർ തോമസ് ലീഹ. അപ്പം ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ അമ്മയ്ക്ക് വേണ്ടിയിട്ടാട്ടോ ഈ ഒരു ട്രിപ്പ് ഇട്ടത്. കാരണം അമ്മയ്ക്ക് പുറത്തേക്ക് അങ്ങനെ ദൂരേക്കൊന്നും പോകാൻ വയ്യ. അപ്പോൾ ഇവിടെ ഏറ്റവും അടുത്ത സ്ഥലം ഞങ്ങൾ നോക്കിയപ്പോൾ ആ പള്ളി. അപ്പോൾ പള്ളിയും കൂടി ആകുമ്പോൾ അമ്മയ്ക്കൊരു സന്തോഷമാവില്ലേ അല്ലേ? സന്തോഷമല്ലേ? ഇനി പോയി തിരിച്ചു വരുമ്പോൾ ഈ സന്തോഷം നമുക്ക് ഉണ്ടാവില്ല, വഴിയുണ്ടാവും. എന്നാലും സാറില്ല എന്ന് വിചാരിക്കാം. ഓക്കെ അമ്മേ. ശരിക്കും തോമസ് ലീഹയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും തൊട്ട് വിശ്വാസി എന്ന് പറയും അല്ലേ, വിശുദ്ധ തോമസ് ലീഹനെ. കാരണം കർത്താവിന്റെ തിരുമുറിവിൽ തൊട്ടാലേ വിശ്വസിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട്, മീൻസ് ആ തിരുമുറിവിൽ കൈവിരൽ വെച്ചാലേ ഞാൻ വിശ്വസിക്കുള്ളൂ എന്ന് പറഞ്ഞ്. പക്ഷെ ആക്ച്വലി എനിക്ക് തോന്നുക, അല്ലെങ്കിൽ ഞാൻ കേട്ടൊരു വേർഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാള് നമ്മളെ കാണാതെ പോയി, മീൻസ് ബാക്കി എല്ലാവരും കണ്ടു, ബാക്കി ശിഷ്യന്മാരെയൊക്കെ കാണുന്നുണ്ട്. തോമസ് ലീഹ ഇല്ലാത്ത സമയത്ത് വന്ന കാരണം തോമസ് ലീഹനെ അപ്പൊ കാണാൻ പറ്റും. അപ്പൊ ആ ഒരു സങ്കടം, അതായത് എൻ്റെ അടുത്ത് വന്നില്ലല്ലോ, മീൻസ് നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾ നമുക്ക് എന്താ പറയാ, നമ്മളോട് സംസാരം അല്ലെങ്കിൽ നമ്മളെ കണ്ടില്ലല്ലോ എന്നുള്ള ആ ഒരു ഫീലിംഗ് തന്നെയായിരിക്കും തോമസ് ലീഹയ്ക്ക് ഉണ്ടായിട്ടുണ്ടാവുക ആക്ച്വലി. അതായത് എന്നെ കാണാതെ പോയതല്ലേ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലായിരിക്കാം പറഞ്ഞിട്ടുണ്ടാവുക. ഇനി ഞാൻ ആ മുറിവിൽ തൊട്ടാലേ ഞാൻ വിശ്വസിക്കുള്ളൂ, അല്ലാതെ വിശ്വസിക്കില്ല. അല്ലാതെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഈശോ ഉയർത്തെഴുന്നേൽക്കും എന്ന് വിശ്വസിക്കാത്ത അല്പവിശ്വാസം അതൊന്നും അല്ല ആക്ച്വലി. അതാ ഒരു ഫീലിംഗ് ആണ്. അതായത് ഞാൻ ഇല്ലാത്തപ്പോൾ വന്നു, അപ്പൊ ഇനി ഞാൻ തൊട്ടാലേ ഞാൻ വിശ്വസിക്കുള്ളൂ എന്നുള്ള ഒരു വാശിയില്ലേ, അത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊക്കെ തോന്നുന്ന ഒരു ആറ്റിറ്റ്യൂഡാണെന്ന് എനിക്ക് തോന്നണേ. ആക്ച്വലി അത് അങ്ങനെ ഒരു തോട്ടുണ്ട് കേട്ടോ അതിന്. അപ്പം അങ്ങനെ ഞങ്ങൾ സെയിൻറ്റ് തോമസ് ചർച്ചിൽ എത്തിയിട്ടോ. പാലയൂരുള്ളത് ഇതാട്ടോ ആ ഒരു ചേർച്ച് എന്ന് പറയുന്നത്. അതിൻ്റെ എൻട്രൻസ് നമ്മൾ കയറി ചെല്ലുമ്പോൾ ഇങ്ങനെയുള്ള ഭാഗം, അതിന് 2 സൈഡിലും ഇങ്ങനെ നമുക്ക് കല്ലുകൊണ്ട് ഉണ്ടാക്കിയ സ്റ്റാച്യൂസ് കാണാം കേട്ടോ. ഒരുപാട് 2 മേലും. ഇതിപ്പോൾ ഒരു സ്റ്റാച്യു എന്ന് പറയുന്നത് നമ്മുടെ തോമസ് ലീഹാനെ വധിച്ചത് ആക്ച്വലി അമ്പെയ്താണ് കൊല്ലുന്നത്. ആ അതിൻ്റെ ഒരു സ്റ്റാച്യു, ഒരു എന്താ പറയുക, കരിങ്കല്ലുകൊണ്ട് കേട്ടോ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. മീൻസ് നല്ല കഴിവല്ലേ ഇതൊക്കെ ഉണ്ടാക്കുന്നവരുടെ. അപ്പൊ ഇത് ശരിക്കും ആ ഒരു വേയില് 2 സൈഡിലും ഇങ്ങനെ ഒരുപാട് സ്റ്റാച്യൂസ് നമുക്ക് കാണാം കേട്ടോ. എൻട്രൻസിന്റെ 2 സൈഡിലായിട്ട് കേട്ടോ നമുക്ക് ഇങ്ങനെ സ്റ്റാച്യൂസ് കാണാം. നമ്മൾ പള്ളിയിലേക്ക് കയറുമ്പോൾ ഇവിടെയാണ് നമ്മുടെ കുരിശ് സ്ഥാപിച്ചിട്ടുള്ളത്, തോമസ് ലീഹ സ്ഥാപിച്ച കുരിശ് കേട്ടത്. അപ്പോൾ ഒരുപാട് പേര് ഇവിടെയാണ് ശരിക്കും പ്രാർത്ഥിക്കാൻ വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് കയറുന്ന ഭാഗം ഇതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് തോമസ് ലീഹയുടെ സ്റ്റാച്യു തന്നെ കാണാം. ഇത് കണ്ടോ, ഇവിടെ നമുക്ക് ഓഫറിങ്ങും അതുപോലെ തന്നെ പ്രെയർ റിക്വസ്റ്റും അതൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കേട്ടോ. അപ്പം ഞങ്ങളൊക്കെ നല്ലോണം പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഇതാണ് ശരിക്കും മാസമൊക്കെ നടക്കണ, ഹോളി മാസം നടക്കണ ഒരു ഉൾഭാഗം. അത് നല്ല ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട്, കോൾട്ടറൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് ഫ്ലോറൽ അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇവിടെയും കുറച്ച് നേരമൊക്കെ പ്രാർത്ഥിച്ച്. പിന്നെ ഞാൻ നോക്കിയപ്പോഴേ സൈഡിൽ കുറേ പല ഭാഷകളിൽ എഴുതിയ ബൈബിൾ ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ. ഇത് കണ്ടാൽ നല്ല വലിയ ബൈബിൾ. അത് ആക്ച്വലി ഹാൻഡ് റിട്ടൺ ആട്ടോ, എന്നിട്ട് ബൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് അതാണ് അത്ര വലിപ്പം തോന്നുന്നത്. പിന്നെ ഇങ്ങനെ ഞങ്ങൾ എന്താ പറയുക, ഒരു പോണ്ട് ഉണ്ട്, ബാപ്റ്റിസം പോണ്ട് എന്ന് പറഞ്ഞിട്ടൊരു പോണ്ട് ഉണ്ട്. അവിടേക്ക് വലിയ അമ്മയും മോനും കൂടെ നടക്കുകയാണ്, നല്ല ഭംഗിയില്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മമാരുടെ എല്ലാം ആഗ്രഹമല്ലേ മക്കളുടെ കൂടെ ഇങ്ങനെ പ്രായമായി കഴിയുമ്പോൾ അവർക്ക് വേറെ ഒന്നും ഇല്ലല്ലോ. അപ്പം ഇങ്ങനെ മക്കളുടെ കൂടെ നടക്കാന്ന് പറഞ്ഞാൽ സന്തോഷമുള്ള കാര്യം. അമ്മ എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞ് നടക്കുന്നുണ്ട് കേട്ടോ, മോൻ്റെ അടുത്ത് നല്ല റിസൾട്ട് കാണും എന്തായാലും. അപ്പോൾ ഇതൊക്കെ ചെയ്യണം നമ്മൾ ശരിക്കും, സമയമില്ലെങ്കിലും. ഇതാണ് ഇപ്പോൾ ആ ബാപ്റ്റിസം പോണ്ടിലേക്ക് എത്തിയിട്ട്, ഇതാണ് ആ ഒരു പോണ്ട്. ഇവിടെയാണ് ആക്ച്വലി മാമോദീസ നൽകിയത് കേട്ടോ. അതിൻ്റെ സ്റ്റാച്യൂസാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഇപ്പോഴും പല ആളുകളും കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ബാപ്റ്റിസം നടത്താറുണ്ട് കേട്ടോ. പോണ്ടിന്റെ എഡ്ജിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് ഇങ്ങനെ ഒരു 2 ആണിയും അവിടെ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എഴുതിയിട്ട് കാണാം. അത് നമ്മുടെ ആക്ച്വലി തോമസ് ലീഹ പറഞ്ഞ വേർഡ്സ് ആയിട്ട് നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റുന്നത്. അപ്പം ഞങ്ങൾ ശരിക്കും അവിടേക്ക് പോകുന്നുണ്ട് കേട്ടോ. അവിടെ ഒരു ചെറിയ കേവ് മാതിരിയൊക്കെ ഉണ്ട്. അപ്പം അങ്ങോട്ട് പോകണം. അതിക്ക് പിന്നെ ഞാൻ ജസ്റ്റ് ഇവിടെയും കൂടെ കുറച്ചും കൂടെ ഇവിടെ കാണിക്കാൻ വിചാരിക്കുന്നുണ്ട്. നോക്കാം നമുക്ക്. നല്ല ഭംഗിയില്ലേ കണ്ട്. ഇതിൻ്റെ ലീവ്സിലൊക്കെ ഇങ്ങനെ പേര് എഴുതിയിട്ടിരിക്കുക. ആൾക്കാർ ചിലപ്പോൾ പ്രാർത്ഥിക്കുക അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശത്തിലായിരിക്കും കേട്ടോ കണ്ടത്. ഇതിലൊക്കെ ഫുള്ള് നെയിം എഴുതിയിട്ടിരിക്കണം. പിന്നെ ഓരോരോ സ്ഥലങ്ങൾ കേട്ടോ. 1-ാം സ്ഥലം, അത് കഴിഞ്ഞ് അങ്ങോട്ട് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ 2-ാം സ്ഥലം, അങ്ങനെ കുരിശിൻ്റെ വഴി ഇതിലെ ഈ ഒരു പോണ്ടിൻ്റെ ചുറ്റിലും. പുണ്യാളുടെ മുഖം ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല. അതെ വേണ്ട, ഇതിങ്ങനെ പുണ്യാളുടെ ഇങ്ങനെ കെടുത്തിയിരിക്കുന്ന ഒരു ഫോട്ടോ, മീൻസ് ഒരു പ്രതിമ ഉണ്ടാക്കിയിരിക്കുക.
ഒരു ഗുഹ കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് ഇത് എന്തോന്നുണ്ട്. നോക്കട്ടെ അതിൻ്റെ ഉള്ളിൽ എന്തിട്ടാണ്. ഗുഹ പോലെ ഇങ്ങനെ ഇങ്ങനെ ഗുഹ പോലൊരു എൻട്രൻസ്. അതിലിത് ഇങ്ങനെ ഒരു സെയിൻറ് തോമസ് ഓഫറിംഗ് മാസ്. ഈ ഗുഹയുടെ ഉള്ളിലേക്ക് ഇത് ഒരു റീഡിങ് ദ ബൈബിൾ വായിക്കുന്നത്. അവിടെ എന്തുണ്ട്. എസ്കേപ്പ് ഫ്രം ആ എനിമീസിന് എസ്കേപ്പ് ചെയ്ത് ഒളിച്ചിരുന്ന സ്ഥലം കേട്ടോ. കള്ളം ഉപദ്രവിക്കാൻ വന്നവരിന്നേ ഒളിച്ചിരുന്ന സ്ഥലം. പാവല്ലേ, ഇതിൻ്റെ ഉള്ളിലാണ് ഒളിച്ചിരുന്നത് ആള്. എനിമീസ് ഉപദ്രവിക്കാൻ വന്നു. സ്ലീപ്പിങ് ഉറങ്ങണ. ഞങ്ങൾ ആ കേവിൽ നിന്ന് പതുക്കെ പുറത്തേക്ക് വന്നു കേട്ടോ. പിന്നെ അവിടെ ചെറിയ ലൈറ്റൊക്കെ ഉള്ളു അവിടെ. പിന്നെ അതിൻ്റെ പുറത്തേക്ക് വന്നു. ഇനിയിപ്പോൾ ഇതുവരെ നമുക്ക് 7-ാം സ്ഥലം വരെയാണ് നമ്മൾ കവർ ചെയ്ത്. ഇനി ബാക്കി സ്ഥലങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ കാണുന്നത് അവസാനത്തെ 14-ാം സ്ഥലം. അപ്പോൾ ശരിക്കും ആ പോണ്ടിന് ചുറ്റും ഇങ്ങനെ ഈ ഒരു 14 സ്ഥലം നമുക്ക് കുരിശിൻ്റെ വഴി ചെയ്യാൻ പറ്റുന്ന അതുണ്ട് കേട്ടോ. നല്ല രസം. പക്ഷെ ഞങ്ങൾ കംപ്ലീറ്റ് കുരിശിൻ്റെ വഴി ചെയ്തില്ല. പക്ഷെ ഓരോ സ്ഥലത്തിനും വായിച്ചിട്ട് കുമ്മിട്ട് ആരാധിക്കാൻ അങ്ങനെ ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞ് നോക്കി ഇവിടെ നല്ല തെച്ച് പോകും. ഈ പോണ വഴിയിലെല്ലാം ഇങ്ങനെ ഫ്ലവേഴ്സും അതുമാതിരി ബുഷസ് ഒക്കെ വെച്ച് നന്നായി ഡെക്കറേറ്റ്. പക്ഷേ 14 സ്ഥലം കാണിക്കുമ്പോഴേക്കും ഭയങ്കര ലൈക്കാണ്. അതിലേക്ക് ചാടിക്കരുത് കേട്ടോ. അമ്മയും ഞാനും അവിടുന്ന് നടന്നു കഴിഞ്ഞ് വന്നപ്പോൾ ക്ഷീണിച്ചു. അപ്പോൾ തീർത്ഥജലം ഉണ്ട് കേട്ടോ. അപ്പോൾ തീർത്ഥജലം കുടിച്ചു. വിശുദ്ധജലമായിരിക്കും അത്. പിന്നെ ഞങ്ങൾ കഴിഞ്ഞു കേട്ടോ. ഇനി ഞങ്ങൾ വീണ്ടും തിരിച്ചു പോവുകയാണ്. അപ്പോൾ ലാസ്റ്റ് എൻട്രൻസിൻ്റെ അവിടേക്ക് തന്നെ അവിടെ നമുക്ക് ദേവസഹായം പിള്ളയുടെ ഒരു സ്റ്റാച്യു കാണാം. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ മാതാവിൻ്റെ ഗ്രോട്ട്. അത് ശരിക്കും എൻട്രൻസിലുള്ളതാണ് കേട്ടോ. ഞാൻ പക്ഷേ ലാസ്റ്റ് എടുക്കാമെന്ന് ചോദിച്ചു. ലാസ്റ്റ് പോകാമെന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ മാതാവിൻ്റെ ഒരു നല്ലൊരു വിശാലമായൊരു ഗ്രോട്ടോ കേട്ടോ. അതിൻ്റെ അടുത്ത് തന്നെ വേറെയും കല്ലുകൊണ്ടുള്ള കുറച്ച് സ്റ്റാച്യൂസ്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ പോണ്ട് ഉണ്ട്. കണ്ട് രാജാവ് തോന്നുന്നുണ്ട് പോണ്ടിലെ. നല്ല സ്റ്റൈലായിട്ട് വരുന്നുണ്ട് അല്ലേ. അപ്പം അതിൻ്റെ സൈഡിൽ ഒരു യെല്ലോയിഷ് നല്ല ഭംഗിയുള്ളൊരു ഫിഷും കാണാം കേട്ടോ. അങ്ങനെ കുറച്ച് ഫിഷുകളുണ്ട് അതിൽ. നല്ല രസമുണ്ട് നോക്കിയിരിക്കാൻ. പിന്നെ അത് കഴിഞ്ഞ് അങ്ങനെ ഞങ്ങളുടെ പാലയൂർ പള്ളിയിൽ നിന്ന് ഞങ്ങളപ്പോൾ ടാറ്റ ബൈ ബൈ പറയണം. എന്തായാലും നല്ലൊരു എന്താ പറയുക കൂൾ ക്ലൈമറ്റ് ആയതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങനെ അമ്മയോട് ലാസ്റ്റ് മാതാവിനോട് പ്രാർത്ഥിച്ച് അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ പതുക്കെ സ്ഥലം കാലിയാക്കി കേട്ടോ. നല്ല രസമായിരുന്നു. എന്തായാലും നല്ലൊരു ഡേ നന്നായി ചിലവഴിച്ചെന്ന് തോന്നി. പിന്നെ ഞങ്ങൾ ജസ്റ്റ് ചാവക്കാട് ബീച്ചിലേക്ക് ഒന്ന് ജസ്റ്റ് എൻ്റർ ചെയ്തു. പക്ഷെ ചെറുതായിട്ട് ചാറ്റൽ മഴ വന്നിരുന്നുകൊണ്ടും പിന്നെ അവിടെ ഇരിക്കാനൊന്നും സ്ഥലമില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങനെ വല്ലാതെ നിന്നില്ല. പിന്നെ അമ്മയ്ക്കാണെങ്കിൽ അങ്ങനെ കുറച്ച് അധികം നേരം നിൽക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പം ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ വേഗം പോയി. ഇതൊക്കെ കണ്ട ബോട്ട്സ് ഒക്കെയാണ് അവിടെ കാണുന്നത്. ഓക്കെ, ബൈ.